എല്ലാവർക്കും ഗണിത് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. നമ്മൾ 10 ക്വസ്റ്റ്യൻ വീതം കുറച്ച് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇത് ചെയ്ത് നോക്കാം. മാത്സ് പഠിക്കുന്ന BSc പഠിക്കുന്ന എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ചോദ്യം വായിക്കുക. ഒരു സംഖ്യയുടെ 7/1 ഭാഗം 30 ആയാൽ സംഖ്യയുടെ 2/3 ഭാഗം എത്ര? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കൊന്ന് എഴുതാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഏതോ ഒരു സംഖ്യ, നമുക്കറിയില്ല സംഖ്യ ഏതാണ്. ഞാൻ സംഖ്യ എന്ന് തന്നെ എഴുതുകയാണ്. ആ സംഖ്യയുടെ 7/1 ഭാഗം എന്ന് വെച്ചാൽ സംഖ്യയെ 7/1 കൊണ്ട് ഗുണിച്ചു എന്നർത്ഥം. അതാണ് എത്ര കിട്ടിയിരിക്കുന്നത്? 30. അപ്പോൾ സംഖ്യ ഇൻറ്റു 7/1 ആണ് എത്ര? 30. അപ്പോൾ സംഖ്യ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ 7/1 അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ഇവിടെ 30 ഉണ്ട്. ഈ 7/1 അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞു വരും. എത്ര? 7/1 എന്നാവും. കണ്ടോ? ആ താഴെയുള്ള ഒന്നിന് ആവശ്യമില്ല. അപ്പം 7 × 30 എത്രയാണ്? 210. 7 × 3 21, ഒരു 0. ഇതാണ് നമ്മുടെ സംഖ്യ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? സംഖ്യയല്ല വേണ്ടത്. സംഖ്യയുടെ 2/3 ഭാഗം എത്ര? അപ്പം നമുക്ക് സംഖ്യയുടെ 2/3 ഭാഗം, സംഖ്യ എത്രയാണ്? 210 ആണ്. 2/3 ഭാഗം എന്ന് വെച്ചാൽ ആ 2/3 കൊണ്ട് ഇൻറ്റു ചെയ്യുക എന്നർത്ഥം. 3ഉം 21 കൂടെ വെട്ടാം. 7 തവണ ആ 0 ഇട്ട് കൊടുത്ത് 70. അങ്ങനെ 70 × 2 എത്രയാണ്? 140 എന്നാണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ബി നമ്മുടെ ആൻസർ 140. ചോദ്യം വായിക്കുക. 3/8, 9/4, 27/2, 1/16 ഇവയുടെ ലസാഗു അഥവാ LCM എത്ര? ഞാൻ ആ തന്നിരിക്കുന്ന സംഖ്യകൾ എഴുതിയിരിക്കുകയാണ്. 3/8, 9/4, 27/2, 1/16. നമുക്കറിയാം, നമുക്ക് ഫ്രാക്ഷൻ തന്നിട്ട് അവരുടെ LCM കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇവിടെ ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. ചോദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് LCM ആണ് എങ്കിൽ, LCM ആണല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൻ്റെ LCM, ആ പറഞ്ഞിരിക്കുന്ന ആളായിരിക്കും ന്യൂമറേറ്റർ. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ LCM കണ്ടുപിടിക്കണം, ഡിനോമിനേറ്ററിൻ്റെ HCF കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂമറേറ്ററിൻ്റെ LCM ആരൊക്കെയാണത്? 3, 9, 27, 1. ഇവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. ഈ 3ൻ്റെയും 9ൻ്റെയൊക്കെ ഗുണിതത്തിൽപ്പെടുന്ന ആളാണ് 27. അങ്ങനെ ഗുണിതങ്ങളായിട്ട് പറയുമ്പോൾ വലിയ സംഖ്യയായിരിക്കും LCM, ചെറിയ സംഖ്യയായിരിക്കും HCF. ഉണ്ട്. അപ്പോൾ ഗുണിതങ്ങളായിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പറയാം 27 ആണ് അവിടുത്തെ എന്ത്? LCM. ഇനി ഡിനോമിനേറ്ററിൻ്റെ HCF, ഡിനോമിനേറ്റർ ആരാണ്? 8, 4, 2, 16. ഇങ്ങനെ വരച്ച് വേണമെങ്കിലും കണ്ടുപിടിച്ചോ, എളുപ്പം മാർഗം നോക്കി. ഇതും ഗുണിതമാണ് കേട്ടോ. 2, 2 × 2 4, 4 × 2 8, 8 × 2 16. അതും ഗുണിതങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയും LCM ആണ് ചോദ്യമെങ്കിൽ വലിയ സംഖ്യ, HCF ആണെങ്കിൽ ചെറിയ സംഖ്യ. അപ്പോൾ ചെറിയ സംഖ്യ ആരാണ് അവിടെ? 2, HCF ആയതുകൊണ്ട്. കണ്ടോ? ഇനി പറ, ന്യൂമറേറ്ററിൻ്റെ LCM എത്ര? 27. ഡിനോമിനേറ്റർ HCF എത്ര? 2. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 27/2. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസം 88 ആയാൽ അതിലെ സംഖ്യകളുടെ തുക എത്ര? ഇവിടെ 2-3 കൊച്ചു കാര്യങ്ങൾ അറിയണം. ഇപ്പോൾ എയും ബിയും 2 സംഖ്യകളാണെന്ന് വിചാരിക്കുക, ഒറ്റ സംഖ്യ. ഫോർ എക്സാമ്പിൾ തുടർച്ചയായതാണ്. ഇപ്പോൾ ഒരെണ്ണം 11, ഒരെണ്ണം 13 ആണ്. ഇവയുടെ വ്യത്യാസം എപ്പോൾ എത്രയായിരിക്കും? 13 - 11 എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇപ്പം 21ഉം 19 എടുക്കുന്നു. തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളാണ്. 19, 21. ഇവയുടെ വ്യത്യാസം എത്രയായിരിക്കും? 2. അപ്പോൾ തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ വ്യത്യാസം എത്രയാണ്? 2 ആണ്.
അതെപ്പോഴും മനസ്സിൽ വിചാരിച്ചോണം. ഇവിടെ ഞാൻ എ എന്നും ബി എന്നും രണ്ട് ഒറ്റ സംഖ്യകൾ എടുക്കുകയാണ്. ഇതിൽ വലിയ ആളെയാണ് ഞാൻ എ എന്നെടുക്കുന്നത്, ചെറിയ ആളെയാണ് ബി എന്നെടുക്കുന്നത്. ഇനി എന്താണ് ഇവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം എന്ന് വെച്ചാൽ എയുടെ വർഗ്ഗം എന്ന് വെച്ചാൽ എ സ്ക്വയർ, ബി എന്ന് പറയുന്ന ആളുടെ വർഗ്ഗം എന്ന് വെച്ചാൽ ബി സ്ക്വയർ. അവയുടെ വ്യത്യാസം എന്ന് വെച്ചാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതാണ് എത്ര? 88. നമ്മൾക്കറിയാം ഈ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. അതിൻ്റെ പേരിങ്ങനെയാണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതാണ് എത്ര? 88. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒറ്റ സംഖ്യകളാണെങ്കിൽ അവയുടെ വ്യത്യാസം ഈ എ മൈനസ് ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. അതായത് നമ്മളിവിടെ പറഞ്ഞതാണ് കണ്ടോ. ഒറ്റ സംഖ്യകളാണ്, എയും ബിയും രണ്ട് ഒറ്റ സംഖ്യകളാണെങ്കിൽ എ മൈനസ് ബി എത്രയായിരിക്കും? 2 ആയിരിക്കും. അപ്പം ആ 2 അവിടെ കിടക്കട്ടെ, എ പ്ലസ് ബി അവിടെ നിൽക്കട്ടെ. അപ്പം എ പ്ലസ് ബി ഇൻറ്റു 2 ആണ് എത്ര? 88. അപ്പോൾ എ പ്ലസ് ബി എത്രയായിരിക്കാം? 88 ഇൻറ്റു 2 ഇവിടെ വരുമ്പോൾ ബൈ 2. അപ്പോൾ എത്ര കിട്ടി? 44. എയും ബിയും ആരാണ്? നമ്മുടെ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ എ പ്ലസ് ബി ആയപ്പോൾ എത്രയാണ്? അവയുടെ തുകയാണ്. അപ്പോൾ സംഖ്യകളുടെ തുക 44 എന്ന് കിട്ടി. നമ്മുടെ ഓപ്ഷൻ കിടപ്പുണ്ട്, എ ആണ് നമ്മുടെ ഓപ്ഷൻ. ചോദ്യം വായിക്കുക. ഒരു കച്ചവടക്കാരൻ അയാളുടെ കയ്യിലുള്ള ബാഗ് 10% നഷ്ടത്തിൽ 315 രൂപയ്ക്ക് വിറ്റാൽ ബാഗിൻ്റെ വാങ്ങിയ വില എന്തായിരിക്കും? ഈ ചോദ്യം എന്ത് മനസ്സിലാകുന്നു നമുക്ക്? നമ്മൾ ഏതോ വലിയൊരു കടയിൽ പോയിട്ട് നമുക്കൊരു കടയുണ്ട്. നമ്മൾ ആ കടയിലേക്കൊരു ബാഗ് വാങ്ങി. ആ ബാഗിൻ്റെ വാങ്ങിയ വില എന്ന് പറയുന്ന ആൾ, അഥവാ CP എന്ന് പറയുന്ന നമ്മൾ പറയുന്ന കോസ്റ്റ് പ്രൈസ്, ആ വാങ്ങിയ വില എത്രയാണെന്ന് എനിക്കറിയില്ല. ആ വാങ്ങിയ വിലയുടെ 10% നഷ്ടം, 10% നഷ്ടത്തിൽ വിറ്റു എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 90% എന്നാണ്. അപ്പോൾ 90% ഞാൻ വിറ്റു. ആ 90% വിറ്റതാണ് എത്ര രൂപ? 315. എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിയ വില എത്രയാണോ അതിൻ്റെ 90% എടുത്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് എത്ര? 315. അപ്പോൾ എൻ്റെ വാങ്ങിയ വില കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? അവിടെ ഒരു 315 ഉണ്ട്. ഇവിടെയുള്ള 90/100 അങ്ങോട്ട് പോകുമ്പോൾ 100/90 എന്നായിട്ട് മാറും. ഒരു 0 ഇവിടെ വെട്ടിക്കളയാം. 9ൻ്റെ ടേബിൾ വെട്ടിക്ക്. 31 എത്ര ഉണ്ട്? 3 തവണ 9×3 27, ശിഷ്ടം 4, 45 എത്ര ഉണ്ട്? 9, 5 തവണ. അങ്ങനെ 35 × 10 എന്ന് കിട്ടി. 10 കൊണ്ട് ഗുണിക്കാൻ ഒരു 0 ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ എത്ര രൂപയാണ് ഞാൻ വാങ്ങിച്ചത്? വാങ്ങിയ വില എത്ര? എൻ്റെ 350 രൂപയ്ക്കാണ് ഞാൻ ആ ബാഗ് വാങ്ങിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് എൻ്റെ ആൻസർ. ചോദ്യം വായിക്കുക. 2 സംഖ്യകളുടെ തുക 15, അവയുടെ ഗുണനഫലം 50 ആയാൽ സംഖ്യകളുടെ വിൽക്രമത്തിൻ്റെ തുക എത്ര? ഇതൊരു വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്. നമുക്ക് ഒറ്റ വരിയിൽ ആൻസർ ചെയ്താം. ചിലവർക്ക് ഇത് അറിയത്തില്ല. അറിയാത്തത് കൊണ്ടാണ് ഞാനിത് എക്സ്പ്ലനേഷൻ നടത്തുന്നത്. ഒരു അധ്യാപകൻ്റെ മനസ്സിലുള്ള വൺ വേർഡ് പെട്ടെന്ന് അങ്ങോട്ട് എഴുതി വെക്കുന്ന രീതിയല്ല ഞാനിവിടെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അപ്പം ചിലരൊക്കെ ചോദിക്കുന്നു വൺ വേർഡ് ഇല്ലേന്ന് ചോദിക്കുന്നു. ഞാനങ്ങനെ വൺ വേർഡ് എഴുതിയാൽ ഇത് കാണുന്ന പല ആളുകൾക്കും അത് കിട്ടില്ല ചിലപ്പോൾ. അപ്പോൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് വൺ വേർഡിൽ തന്നെ പോയിക്കൊള്ളുക. പ്രാക്ടീസ് ചെയ്യാത്തവർ ഇതിങ്ങനെ പഠിച്ച ശേഷം വൺ വേർഡിലേക്ക് മാറുക. 2 സംഖ്യകളുടെ തുക 15 അല്ലേ? അപ്പം ഞാനിവിടെ പറയുന്നു സംഖ്യകളെ എക്സ് എന്നും വൈ എന്നും എടുക്കുക. അപ്പോൾ എക്സ് വൈ എന്നൊക്കെ നമുക്ക് എടുക്കാം. എ ബി എന്നെടുത്താലും എന്തെന്നെടുത്താലും മതി. ഞാനിപ്പോൾ എക്സ് വൈ എന്നെടുത്തു, അത്രയേ ഉള്ളൂ. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു ആ 2 സംഖ്യകളുടെ തുക 15 ആണ് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? എക്സ് പ്ലസ് വൈ അഥവാ വൈ പ്ലസ് എക്സ് തിരിച്ച് കാണിച്ചാലും കുഴപ്പമില്ല. എക്സ് പ്ലസ് വൈ ആണ് എത്ര? 15. അവയുടെ ഗുണനഫലം 50 എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു വൈ അഥവാ എക്സ് വൈ ആണ് എത്ര? 50. ഇത്രയും കാര്യം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇനി ആരെ കണ്ടുപിടിക്കണം?
സംഖ്യകളുടെ വിൽക്രമത്തിൻ്റെ തുക എന്ന് വെച്ചാൽ എക്സ് എന്ന് പറയുന്ന സംഖ്യയുണ്ട്, അയാളുടെ വിൽക്രമം റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ആരാണ്? 1/x ആണ്. y എന്ന മറ്റൊരു സംഖ്യയുണ്ട്, അയാളുടെ വിൽക്രമം ആരാണ്? 1/y ആണ്. റെസിപ്രോക്കൽ എന്ന് പറയുന്ന ആൾ. അവയുടെ തുക എന്താണെന്നാണ് ചോദ്യം. നമുക്ക് ഇയാളിൽ നിന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം. 1 × y എന്ന് വെച്ചാൽ y എന്നാണ്, പ്ലസ് ഇവിടെ 1 × x എന്നാണ്, ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ നമ്മൾ ഇൻറ്റു ചെയ്യണം. x × y ആരാണ്? xy. നമുക്ക് തന്നിട്ടുണ്ട് y + x അഥവാ x + y എന്ന് വെച്ചാൽ ആരാണ്? 15. അപ്പോൾ ഈ y + x പകരം വില കൊടുക്കാം. എത്രയാണ്? 15. x + y എന്ന് വെച്ചാലും y + x എന്ന് വെച്ചാൽ ഒന്ന് തന്നെയാണ്. ഡിവൈഡ് ബൈ xy എന്ന് പറയുന്ന ആൾ, ഇവിടെ ഉണ്ട് xy എത്രയാണ്? 50. ഇത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടും വെട്ടി ചെറുതാക്കാം. 15ഉം 50ഉം രണ്ടും 5ൻ്റെ ടേബിളിലുള്ളതാണ്. 15 എത്ര പ്രാവശ്യമുണ്ട്? 5 3 തവണയുണ്ട്. 50 എത്ര പ്രാവശ്യമുണ്ട്? 10 തവണയുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ 3/10 എന്നാണ്. ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ. ചോദ്യം വായിക്കുക. 1.72ൻ്റെ പകുതിയോട് 0.42ൻ്റെ 1/3 കൂട്ടിയാൽ തുക എത്ര? അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാനൊന്ന് എഴുതുകയാണ്. എന്താണ്? 1.72 എന്ന് പറയുന്ന ആളുടെ പകുതി എന്ന് വെച്ചാൽ /2. ഇയാൾ നമുക്ക് സാധാരണ ഹരണഗോളം കാണിച്ചിങ്ങനെ ചെയ്താലും തെറ്റൊന്നുമില്ല. 1.72നെ 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. ഞാനിവിടെ വെട്ടി ചെയ്യാൻ വേണ്ടി പോവാണ്. നോക്കാം. 2 കൊണ്ട് 1നെ വെട്ടണം. അടങ്ങില്ലല്ലോ. 1 2 2ആണ്. അത്ര അവിടെ ഇല്ല. അപ്പോൾ അടങ്ങത്തില്ലാത്തതുകൊണ്ട് ആദ്യം കാണിക്കേണ്ടത് 0 കാണിക്കണം. ഇനി അടുത്ത സ്ഥാനം എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ദശാംശം കിടപ്പുണ്ട്. അപ്പോൾ ദശാംശം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആ എടുക്കാഞ്ഞ 1നെ ഇവിടെ പരിഗണിക്കണം. 17 എന്ന് കാണിക്കണം. 17ൽ 2 എത്ര പ്രാവശ്യമുണ്ട്? 2 16. മിച്ചം ഒരു 1 കൊണ്ട്. കാര്യം 16 ചൊല്ലിയപ്പോൾ വന്നുള്ളൂ. അവിടെ 17 ഉണ്ട്. അവിടെ ഒരു 1 ഇട്ട് കൊടുത്തു. 12 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 0.86 എന്ന ആൻസർ കിട്ടി. ആദ്യത്തെ ഇനി എന്താ? അടുത്ത വീണ്ടും ഉണ്ട് 0.42ൻ്റെ 1/3 എന്ന് വെച്ചാൽ എന്താണ്? 0.42ൻ്റെ 1/3 എന്ന് വെച്ചാൽ അതിനെ 3/1 ഗുണിക്കണം, അഥവാ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്കിപ്പോൾ ചെയ്ത പോലെ ചെയ്യാം. 0ൽ 0 തന്നെ, ദശാംശം ഇട്ട് കൊടുത്തു. 4ൽ 3 എത്ര പ്രാവശ്യം? 1 3 3. മിച്ചം ഒരു 1 ഉണ്ട്. ആ 1ഉം 2ഉം കൂടി ചേരുമ്പോൾ 12ആയി. 12 എത്ര പ്രാവശ്യമുണ്ട്? 4 തവണ. അപ്പോൾ 0.14 എന്ന് കിട്ടി. ഇനി അവർ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടിയാൽ ആ കിട്ടിയ രണ്ടാളെയും കൂടെ കൂട്ടണം. ആരൊക്കെയാണ്? 0.86 എന്ന് പറയുന്ന ആളും 0.14 എന്ന് പറയുന്ന ആളും തമ്മിൽ കൂട്ടണം. അവ തമ്മിൽ പ്ലസ് ചെയ്യുന്നു. എത്ര? 6 4 10 0, ശിഷ്ടം 1, 8 1 9 1 10 0, ശിഷ്ടം 1, അപ്പോൾ 1 1.00 അഥവാ 1 എന്നാണ് നമ്മുടെ ആൻസർ. എ ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. എ ബി എന്നിവ 2 എണ്ണൽ സംഖ്യകളാണ്. ഇവയുടെ ലസാഗു 36ഉം ഉസാഗ HCFും ആയാൽ A × B എത്ര? അപ്പം നമ്മൾ പഠിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്. A എന്ന് പറയുന്ന ഒരു സംഖ്യ, B എന്ന് പറയുന്ന മറ്റൊരു സംഖ്യ. 2 സംഖ്യകൾ തന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നതും ആ സംഖ്യകളുടെ HCFും LCMും തമ്മിലുള്ള ഗുണനഫലവും തുല്യമായിരിക്കും. അപ്പോൾ 2 സംഖ്യകൾ തരുമ്പോൾ ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും ആ സംഖ്യകളുടെ HCFും LCMും തമ്മിൽ ഗുണിക്കുന്നതും തുല്യമായിരിക്കും. അപ്പം നമുക്കിവിടെ പറയാമല്ലോ, നമുക്കിവിടെ LCM HCF തന്നിട്ടുണ്ട്. എത്രയാണ്? 6 എന്ന് തന്നിട്ടുണ്ട്. LCM തന്നിട്ടുണ്ട് 36 തന്നിട്ടുണ്ട്. അപ്പോൾ 6നെ 36 വെച്ച് ഗുണിച്ചാൽ മതി. 36 × 6 എത്രയാണ്? 216. അപ്പോൾ നമ്മുടെ ബി ഓപ്ഷനിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്. 216.
ചോദ്യം വായിക്കുക. ആദ്യത്തെ 333 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? വളരെ ചെറിയ ക്വസ്റ്റ്യനാണ്. കാര്യം നമ്മൾ പഠിക്കുന്ന ഇങ്ങനെയാണ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ n+1 എന്നാണ് ഉത്തരം. ഒന്നുകൂടെ, ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് ചോദിച്ചാൽ ആരാണ്? n+1. ഇവിടെ n എന്നുള്ള എത്രയാണ്? n എന്നുള്ളതിന് പകരമാണ് 333. അപ്പോൾ ആദ്യത്തെ 333 ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഈ ഇവിടുത്തെ n-ന് പകരം 333 കൊടുത്താൽ മതി. അപ്പം 333 + 1 എത്ര കിട്ടാം? 334 എന്ന ആൻസർ. നമ്മുടെ ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 2/4 × 5/6 വില എത്ര? എന്ന് വെച്ചാൽ 2/4 നമുക്കറിയാം എത്രയാണെന്ന്, 16. അതിന് 5/6 എന്ന് പറയുന്ന ആ വലിയ സംഖ്യ കൊണ്ട് ഗുണിക്കണം. നമുക്കിത് ചെയ്യാൻ എളുപ്പമാർഗമുണ്ട്. നമുക്ക് 2/4 എന്ന് വെച്ചാൽ എന്താണ്? 2 2 2 2 4 തവണ. 5/6 എന്ന് വെച്ചാലോ, ഞാൻ നേരെ എഴുതുകയാണ് കേട്ടോ, 6 തവണ. അപ്പം 1 2 3 4 5 6. അപ്പം ഞാൻ 2/4 എന്ന് വെച്ചപ്പോൾ 2 4 തവണ എഴുതി. 5/6 എന്ന് വെച്ചാൽ 5-നെ 6 തവണ എഴുതി. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് നമ്മുടെ ആൻസർ. നമുക്ക് എളുപ്പമാർഗ്ഗമുണ്ട്. ഈ ആദ്യം ഈ 2 5 കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 10 എന്ന് കിട്ടാം. ഇവിടെയും അടുത്ത 2 5 ഗുണിക്കുമ്പോൾ എത്ര കിട്ടാം? 10 കിട്ടാം. വീണ്ടും 2 × 5 എത്രയാണ്? 10 കിട്ടാം. വീണ്ടും 2 × 5 എത്രയാണ്? 10 കിട്ടാം. ഉണ്ടോ? അപ്പോൾ അത്രയും കറക്റ്റായിട്ട് പോയി. പിന്നെ ഉള്ളത് 5 × 5 ആണ്. അതെത്രയാണ്? 25. അപ്പോൾ നമ്മുടെ ആൻസർ 25. ആ 25-നെ 1 2 3 4 തവണ 10 കൊണ്ട് ഗുണിക്കണം. എന്ന് വെച്ചാൽ 4 0 ഇട്ട് കൊടുക്കണം. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു തവണ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ 1 0. അപ്പോൾ 4 തവണയാകുമ്പോഴോ 4 0 ഇട്ട് കൊടുക്കണം. 25ഉം 4 0-ഉമാണ് നമ്മുടെ ആൻസർ. കണ്ടോ? 2,50,000 എന്ന് നമുക്ക് വായിക്കാം. അതാണ് നമ്മുടെ ആൻസർ. 2,50,000. ഇതിവിടെയുണ്ട്. ഓപ്ഷൻ സി ഉണ്ട്. ചോദ്യം വായിക്കുക. 300-നും 600-നും ഇടയിൽ 7-ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്? അപ്പോൾ നമുക്കിവിടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 300-ൻ്റെയും 600-ൻ്റെയും ഇടയിലുള്ള 7-ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ എണ്ണമായതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. തുകയാണെങ്കിൽ നമുക്ക് അല്ലാതെ ചെയ്യാനേ പറ്റുള്ളൂ. എണ്ണമാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എങ്ങനെയാണ്? ആദ്യം പറഞ്ഞിരിക്കുന്ന സംഖ്യ 300 ആണ്. അപ്പോൾ 300 നമ്മൾ അങ്ങോട്ട് എഴുതിയിടുക. ആ 300-നെ 7-ൻ്റെ ഗുണിതം എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 30 എത്ര പ്രാവശ്യമുണ്ട്? 7 4 തവണ. 7 4 28. ശിഷ്ടം എത്രയുണ്ട്? 2. ആ 0 അങ്ങ് ഇറക്കി എഴുതി. 20 എത്ര തവണ ഉണ്ട്? 20-ൽ 7 2 തവണ. 7 2 എത്ര? 14. മിച്ചം എത്രയുണ്ട്? 6. ഇനി ഇറക്കി എഴുതാനൊന്നും ഇല്ലല്ലോ. അതോടെ അവിടെ കൊണ്ട് നിർത്തിയേക്കുക. വീണ്ടും അടുത്ത ലാസ്റ്റ് 600 വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ 600 എടുക്കണം. ഇതുപോലെ തന്നെ 7-ൻ്റെ ഗുണിതമാണ്. അപ്പോൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60-ൽ എത്ര പ്രാവശ്യമുണ്ട്? 7 8 തവണ. 8 7 56. ശിഷ്ടം എത്രയുണ്ട്? 4. ആ ഒരു 0 ഉള്ളത് ഇറക്കി ചെയ്ത് 40. 40 എത്ര പ്രാവശ്യമുണ്ട്? 5 തവണ. 7 5 35. ശിഷ്ടം എത്രയുണ്ട്? 5. ഇനി നമുക്ക് ഇറക്കി എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്നോട്ടെ. നമുക്കിനി വേണ്ടത് എന്താണ്? ഇവിടെ 2-ൻ്റെ ഹരണഫലങ്ങൾ. ഇവിടെ 85 42. ആ 85ഉം 42 തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മുടെ ആൻസർ. ആ ഹരണഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 5-ന് 2 എത്ര കിട്ടാം? 3. 8-ന് 4 എത്ര കിട്ടാം? 4. 43 നമ്മുടെ ആൻസർ. അപ്പോൾ അങ്ങനെ ഡിവൈഡ് ചെയ്ത ശേഷം കിട്ടുക ഹരണഫലങ്ങളുടെ വ്യത്യാസം എടുത്താൽ മതിയാവും. എണ്ണമാണ് ചോദ്യമെങ്കിൽ. അപ്പോൾ നമുക്ക് ആൻസർ 43 കിട്ടി. ബി ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം.